നമസ്കാരം. ഈ ഓണനാളിൽ സഭയിൽ തിളങ്ങുന്ന സ്ത്രീകളാണ് എനിക്കൊപ്പമുള്ളത്. സഭയിൽ എന്ന് പറയുമ്പോൾ നിയമസഭയിൽ മാത്രമല്ല, അങ്ങ് പാർലമെന്റിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒക്കെ തിളങ്ങിയിരിക്കുന്ന വനിതകൾ. ആ വനിതകൾക്ക് ഓണാഘോഷത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് പാട്ടും കഥകളുമായി നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. എന്നോടൊപ്പം ആദ്യം എത്തുന്നത് പാട്ടുകാരി അപർണ രാജീവാണ്. അപർണ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം എന്ന് പറയുമ്പോൾ അപർണയുടെ മുന്നിൽ ആദ്യത്തെ പാട്ട് ഏതാണ്? അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലേ വാ ഒന്നാനം കുന്നിലോടെ വാ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലേ വാ ഒന്നാനം കുന്നിലോടെ വാ. എല്ലാവർക്കും ഓണാനുഭവങ്ങളുണ്ട്. ഓണാനുഭവം എന്ന് വെച്ചാൽ സദ്യവട്ടങ്ങൾ മാത്രമല്ല, അടുക്കള മാത്രമല്ല, അടുക്കളയിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയവരാണ് എനിക്കൊപ്പം ഉള്ളത്. അവർക്ക് ഈ ഓണാഘോഷത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. പഴയ ഓർമ്മകളുണ്ട്, പുതിയ ഓർമ്മകളുണ്ട്. നമുക്ക് അത് പങ്കിടാം. ആദ്യം തന്നെ ഞാൻ മന്ത്രിമാരിലേക്കാണ് പോകുന്നത്. ആദ്യം മന്ത്രി ബിന്ദു കൃഷ്ണ. നമസ്കാരം. ബിന്ദു കൃഷ്ണ MLA, ഫസ്റ്റ് ടൈം MLA, ഫസ്റ്റ് ടൈം മന്ത്രി അല്ലേ? അതെ. പക്ഷേ ഓണത്തെക്കുറിച്ച് ബിന്ദു കൃഷ്ണയ്ക്ക് പഴയ ഓർമ്മകളുണ്ട്, ഇപ്പോഴത്തെ ഓർമ്മയുണ്ട്. ഓണം എന്നും ഏറ്റവും സന്തോഷമുള്ള അവസരമായിരുന്നു. പഴയ കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എല്ലാ വിഭവങ്ങളും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റുന്നത് ഓണക്കാലത്തായിരുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, വീട്ടിലും ചുറ്റും അയൽക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി കളിയും ചിരിയും ഒക്കെയാണ്. തിരുവോണം വീട്ടിൽ ഉണ്ടിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്ത ബസ് കയറി ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകും. പിന്നെ അന്ന് 5-6 ദിവസം ഓണമാണ്. ആ 4-5 ദിവസം അവിടെ തന്നെയാണ്. അവിടെ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളും എല്ലാവരും, മുഴുവൻ ബന്ധുക്കളും, കസിൻസും അയൽക്കാരും ബന്ധുക്കളും എല്ലാവരുമായിട്ടുള്ള ഓണം. ആ ഓണത്തിൻ്റെ സവിശേഷത പറഞ്ഞാൽ കളിക്കാത്ത കളികളില്ല, കയറാത്ത മരങ്ങളില്ല, ഊഞ്ഞാലാടം, ഒന്നിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടും, ഒരുമിച്ച് കളിക്കും. എല്ലാ ഓണക്കളികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓണക്കളിയിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണം വരെ അത് അങ്ങനെയാണ് തുടർന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായി. കൂടുതൽ സമയം ഒരു ദിവസം മാത്രം എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെയും എല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു കൂട്ടായ്മയാണ് ഓണം. ഓണവിശേഷം കാണാൻ പോകും, ഓണപരിപാടികൾ കാണാൻ പോകും, എല്ലാവരും ഒരുമിച്ചിരിക്കും. വസ്ത്രങ്ങൾ, വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കിട്ടും, ബാക്കി എല്ലാ ബന്ധുക്കളും വസ്ത്രം എടുത്തു തരും, എല്ലാവരും കൈനീട്ടം തരും. ചുരുക്കി പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഓണത്തിനും ഞങ്ങൾക്ക് ഓണത്തിനാണ്, വിഷുവിന് അത്രയും പ്രാധാന്യം ഇല്ല. ഞാനിനി ഈ തുളസിക്കതിരും മുല്ലപ്പൂ ഒക്കെ ഐശ്വര്യമായി നടക്കുന്ന ഒരു വിപ്ലവ നായികയിലേക്ക് പോവുകയാണ്. CS സുജാത. സുജാത ചേച്ചി, വേഷ്ടിമുണ്ടും ഒന്നുകിൽ വേഷ്ടിമുണ്ട് അല്ലെങ്കിൽ ഒരു തുളസിക്കതിര്, അതാണ് ഒരു അല്ലേ സ്ഥിരമായിട്ട് കാണുന്ന രൂപം. അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഒരു കുഴപ്പമായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെട്ടായിരിക്കും. എന്താണ് അത് ട്രോളിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അതിലൊന്നും ഒരു തെറ്റുമില്ല. മുണ്ടും നേരിയതും കസൂസാരിയും തുളസിക്കതിരും മുല്ലപ്പൂവും ഒക്കെ പറ്റില്ലേ സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ത്രീകൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ഒരുങ്ങി നടക്കണം, ഏത് പൂ ചൂടണമെന്നുള്ള, അങ്ങനെ അതൊക്കെ ധരിച്ച് നടക്കാൻ സ്ത്രീകൾ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും പറഞ്ഞെന്ന് വെച്ചൊന്നും മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ഓണത്തെക്കുറിച്ചിട്ടുള്ളൊരു ഓർമ്മ? കാരണം ഇത് ആലപ്പുഴയിലെ അല്ലേ തീർച്ചയായിട്ടും പരമ്പരാഗത രീതികൾ, അത് പ്രത്യേകിച്ച് ഓണാട്ടുകര നായർ ശൈലിയിലാണ് എന്നുള്ള ഒരു ആരോപണം കൂടി വരുമ്പോൾ അതിന് മറുപടി കൂടെ വേണം. ഞാൻ മാവേലിക്കരക്കാരിയാണ്. ഓണമൂട്ടുന്ന കരയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രദേശം ഓണാട്ടുകര എന്നാണ് അറിയപ്പെടുന്നത്. ഓണാട്ടുകരയിലെ ഓണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ ഓണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഒരുമയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ദിനം തന്നെയായിരുന്നല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഓർക്കുന്നത് പ്രധാനമായിട്ടും ഓണമാകുമ്പോൾ അത്തപ്പൂ ഇടുന്ന ഒരു പ്രധാന ഐറ്റമായിരുന്നു നമ്മുടെ അവിടെ. കാരണം പൂക്കളൊക്കെ മറ്റ് വീടുകളിൽ പോയി നമ്മൾ ശേഖരിക്കും. അപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്ത് അമ്മയുടെയൊക്കെ ഒരു ബന്ധത്തിലുള്ള ഒരു ഗോപി കൊച്ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു, കല്ലുട്ടാമ്പളിയിലെന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും നന്നായി പൂക്കളുണ്ടായിരുന്നത്. അവിടെയാണ് ആദ്യം പൂ പറിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീടിനോട് ചേർന്ന് ക്ഷേത്രമുണ്ട്, ഞങ്ങളുടെ തന്നെ കുടുംബക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി, അതിന് ജാതിയും മതമൊന്നുമില്ല, എല്ലാ വിഭാഗത്തിലെയും കുട്ടികളും കൂടി വന്നിട്ട് അന്ന് അത്തപ്പൂ ഇടുമായിരുന്നു. അപ്പോൾ അത്തപ്പൂ ഇടുന്ന വലിയൊരു ആഘോഷമായിരുന്നു. അതേപോലെ തന്നെ ഓണത്തിന്, അന്നത്തെ ഓണം എന്ന് പറയുമ്പോൾ അത്ത ഉദിക്കുന്നത് മുതൽ ഓരോന്നിനും ഓരോ ദിവസം ഉണ്ടായിരുന്നു. അതായത് വിറവ് കീറുന്നതിനൊരു ദിവസം, നെല്ല് പുഴുങ്ങുന്ന ഒരു ദിവസം, ഉപ്പേരി വറക്കുന്നത് ഒരു ദിവസം. അപ്പോൾ നമ്മൾ പിള്ളേരെ സംബന്ധിച്ച് ഈ ഓണം വരുന്നത് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം
എല്ലാം ഇങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ആഘോഷവും സന്തോഷവും എല്ലാം തന്നെയായിരുന്നു. പിന്നെ ഓണത്തിന് പ്രധാനമായും എൻ്റെ നാട്ടിലൊക്കെ നന്നായി തിരുവാതിര കളിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. അതിൽ 2-3 പ്രധാനപ്പെട്ട വീടുകളുണ്ടായിരുന്നു. മേജർ സെറ്റ് തിരുവാതിര നടത്തുന്ന വീടുകൾ, കാളിയടയ്യത്ത്, തുണ്ടിൽ അങ്ങനെയൊക്കെ പറയുന്ന വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും, ഞാൻ ഓർക്കുന്നു, ഇഴവർ നാഥൻ കുമാരനാശാൻ ഇങ്ങനെ റെഡിമർ ബോട്ടിൽ കയറിപ്പോയി പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങി മറിഞ്ഞ് അതൊക്കെ പോലും പാടിയ പങ്കജാക്ഷനും കടൽവർണ്ണൻ കളിക്കുന്നതിനോടൊപ്പം ഈ പാട്ടും കൂടി പാടുമായിരുന്ന പഴയ കാലത്തെ തലമുറയെ ഞാൻ ആദരവോടെ ഓർക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയുന്നു തോന്നുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ തലമുറയും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇരിക്കുന്നു. അതെ അതെ. അപ്പോൾ അവരേക്കും കൂടെ പോവാം. ആദ്യം ഞാൻ മന്ത്രി കെ തുളസിലേക്കാണ് പോകുന്നത്. പാലക്കാട്ടെ ഓണം, അവിടുത്തെ ഒരു വ്യത്യാസം, പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണല്ലോ ഓണം. പാലക്കാട് ജില്ല പൊതുവെ ഒരു ഗ്രാമീണ പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുന്നൊരു ജില്ലയാണ്, കാർഷിക മേഖലയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലാളിത്യവും അതുപോലെ തന്നെ ഒരു ആർദ്രതയൊക്കെ നമ്മുടെ ഓണാഘോഷത്തിന് ഉണ്ടാവാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ പറ്റുന്നൊരു കൂട്ടായ്മ, അതാണ് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. പിന്നെ ഓണക്കോടി, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷോപ്പിൽ പോയി ഓണക്കോടി തിരഞ്ഞെടുക്കുക, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ അധ്യാപികയായിരുന്ന ആളിൽ നിന്ന് ഇപ്പോൾ മന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പം ഇപ്രാവശ്യത്തെ ഓണം പ്രത്യേകതകൾ നിറഞ്ഞ ഓണം കൂടിയാണ്. ഇപ്പം കുറച്ച് വർഷമായിട്ട് ഓണം അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല. ഒന്ന് MP-യുടെ അച്ഛനും അമ്മയും മരിച്ചത്, അതുപോലെ എൻ്റെ വല്യമ്മ, എൻ്റെ സഹോദരൻ, ചെറിയമ്മ, ചെറിയച്ഛൻ, ഇവരുടെയൊക്കെ മരണം വന്നപ്പോൾ എനിക്ക് ഓണാഘോഷത്തോട് വലിയൊരു അത്ര ആർഭാടായിട്ട് അങ്ങനെ ചെയ്യാറില്ല. വളരെ ചിലപ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോവും, അവരെ ചിലപ്പം വീട്ടിലേക്ക് വിളിക്കും, അങ്ങനെ ചെറിയ രീതിയിൽ ഉണ്ടാവാറുള്ളൂ. ശരി, ഞാൻ നവ്യയിലേക്ക് പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരുണ്ട് കേട്ടോ. അശ്വിനിയുണ്ട്. നവ്യ, മലബാറിൻ്റെ ഓണാണല്ലോ. മലബാറിൻ്റെ ഓണം വേറെയാണ് എന്നെപ്പോഴും പറയുമ്പോൾ കോഴിക്കോട് ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നോൺ വെജൊക്കെ ചേർന്നിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് സദ്യക്ക്. കോഴിക്കോട് അങ്ങനെയാണോ? അതെ, കോഴിക്കോട്ടെ ഓണം തന്നെയാണ് ചെറുപ്പം മുതലേ തന്നെ കണ്ടുവന്നിട്ടുള്ളത്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള ആഘോഷങ്ങളാണ്. വീട്ടിലുള്ള ആഘോഷത്തെ പോലെ തന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഓണാഘോഷം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സിന് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും നമ്മൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു ഓണം, പൂവിടുന്നതും. അപ്പോൾ അതിനൊക്കെ തന്നെ ഡിസൈൻ സെലക്ട് ചെയ്യുന്നതിലും എല്ലാത്തിലും ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് തന്നെയാണ് പോവാറ്. ഓണാഘോഷം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ, ഈ കൊല്ലത്തിൽ നമുക്ക് തോന്നുമ്പോൾ പോയി ഡ്രസ്സ് വാങ്ങിക്കുന്ന രീതികളൊന്നും മുൻപില്ല. എൻ്റെ അച്ഛനൊരു KSRTC ജീവനക്കാരനാണ്. ഞങ്ങൾ 3 പേരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചു വന്നതുകൊണ്ട് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നിൽക്കണം. പക്ഷെ ഓണത്തിന് എന്തായാലും പുതിയ ഡ്രസ്സ് ഉണ്ടാവും. ഓണം, വിഷു, ബർത്ത്ഡേ, ഇതിലാണ് പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് 80s കുട്ടികളാണ് പഴയ ഓണവും പുതിയ ഓണവും കണ്ടിട്ടുള്ളത് എന്നാ. പഴയ ഓണം ഇവിടെ സൂചിപ്പിച്ച പോലെ അടുത്ത വീട്ടിലൊക്കെ പോയി പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് അലങ്കരിക്കുന്നത്. അത് പക്ഷെ തിരുവോണത്തിന് മാത്രമാണ് നമ്മൾ പുറമേന്ന് പൂ വാങ്ങിച്ചിടുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ പറിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് കുട്ടികളോടൊന്നും അടുത്ത വീട്ടിൽ പോയി ഒരു പൂ നുള്ളാൻ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ആരും അത് അനുസരിക്കില്ല. ഈ പറഞ്ഞതുപോലെ പുറമേ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൂവ് നുള്ളിയെടുക്കാനുള്ള ഒരു സാഹചര്യവും ഇന്നില്ല. അതുകൊണ്ട് അത്തം മുതലുള്ള 10 ദിവസം ഇന്ന് നമ്മൾ പുറമേന്ന് വാങ്ങിച്ചിട്ടുള്ള കേരളത്തിലല്ലാത്ത തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പൂവുകളെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ഓണമാണ് ഇന്ന് പരിപാലിച്ചു പോരുന്നത്. അതുപോലെ ഓണസദ്യയ്ക്കും വളരെയേറെ പ്രത്യേകതകളുണ്ട്. കോഴിക്കോട്ടെ ഓണം എന്ന് പറയുമ്പോൾ സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും, ഒപ്പം ഫിഷും ചിക്കനും ഉണ്ടാവും. ഓണത്തിന് ആലോചിക്കാൻ കൂടെ വയ്യ അല്ലേ? ഓണത്തിന് മാത്രമേ ഇല്ലാതുള്ളൂ, അല്ലാതെ എല്ലാ ഓണത്തിനും നോൺ വെജ് ഉണ്ട്. ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഓണം അങ്ങോട്ട് പൂർണ്ണമാവുന്നുള്ളൂ എന്നുള്ളതാ. രമ്യ, ഒരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? പാട്ടില്ലാതെ എന്ത് രമ്യ? എന്നെ സംബന്ധിച്ചിടത്തോളം മലബാറിലാണ് ജനിച്ചു വളർന്നത്, കോഴിക്കോട്. അതുകൊണ്ട് മലബാറിൻ്റെ ഓണാഘോഷവും കഴിഞ്ഞൊരു 7 വർഷക്കാലമായി പാലക്കാടാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഓണാഘോഷവും ഇപ്പം തിരുവനന്തപുരം ആയതുകൊണ്ട് തിരുവനന്തപുരം ഭാഗത്ത് ചിറയിൻകീഴിൻ്റെ ഓണാഘോഷം. അപ്പോൾ ഇതിലെല്ലാം എല്ലാം അറിയാം. എല്ലാ ഓണത്തിലും പങ്കെടുക്കാം. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ നമുക്ക് ഓണം എന്ന് പറയുമ്പം ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് പൂ പറിക്കാൻ പോയതാണ്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകൈയായി വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്, ഒരു വേളിപ്പെണ്ണായി തനനനന എന്ന് തുടങ്ങുന്ന തുമ്പയും തുളസിയും
ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പ്രധാനമായിട്ടും ആദ്യം അടി ഉണ്ടാക്കുന്നത് പൂക്കൊട്ട ഉണ്ടാക്കാനാണ്. അത് വീട്ടിൽ അമ്മൂമ്മയാണെങ്കിലും അടുത്ത വീട്ടിലെ മുതിർന്ന ആളുകളാണെങ്കിലും ഓല കൊണ്ട് പൂക്കൊട്ട ഉണ്ടാക്കും. ഈ പൂക്കൊട്ടയുമായി കാലത്ത് പുലർച്ചയ്ക്ക് പൂ പറിക്കാൻ പോകുന്നതാണ്. ഈ പൂക്കൊട്ടയുമായിട്ട് എല്ലാവരും ഒരു 10-20 പേര് ഒരുമിച്ചാണ് പോവുക. പുലർച്ചയ്ക്കാണ്, 4:30 പോകും. അടുത്ത വീടിൻ്റെ അല്ലെങ്കിൽ കുന്നുകളിൽ മലയോരങ്ങളിലൊക്കെയുള്ള തെച്ചിപ്പൂവാണ് എങ്കിലും, ഞങ്ങളുടെ അവിടെ മുക്കുറ്റിയാണെങ്കിലും തുമ്പയാണ് എങ്കിലും, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടല്ലോ, ഓടപ്പൂവുണ്ട്. ഇതെല്ലാം പറിക്കാൻ വേണ്ടി പുലർച്ചയ്ക്കാണ് പോകുന്നത്. ചില ദിവസം നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും 3:30 വന്നിട്ട് പലരും പറിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ വീടുകളുടെ അതിർത്തി എന്ന് പറയുന്നത്, അതിര് തിരിച്ചിരിക്കുന്നത് ഈ പൂക്കളുടെ എല്ലാം കമ്പുകൾ കുത്തിക്കൊണ്ടാണ് ഓരോ വീടിൻ്റെയും അതിര് വെച്ചിരിക്കണം. അപ്പോൾ ഈ പൂക്കളെല്ലാം ഓണത്തിനുണ്ടാകും. പിന്നെ ആരും പറിക്കണ്ടെന്ന് പറയില്ല. ഏത് വീട്ടിലും കയറി ചെന്ന് ഏത് വീടിൻ്റെ ഈ അതിരിലുള്ള പൂക്കളും പറിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതാണ് നമ്മളെ ഇല്ലാതാക്കുന്ന സംബന്ധിച്ച് ആഘോഷം എന്നാലേക്ക് അതെ 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 അതാണ് ഒരു ഓണാഘോഷം. സദ്യക്ക് ഭക്ഷണം ഇങ്ങോട്ട് വരുന്നു, പെരുന്നാളിന് അങ്ങോട്ട് പോകുന്നു, അല്ല അതിനല്ലേ? സത്യമാണ്. ഞാനിപ്പോൾ ആലോചിച്ചത് അതാ, ഞങ്ങൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് രാവിലെ ഈ ശർക്കരുപ്പേരി, വറുത്തായ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിൽ നിറച്ചുണ്ടാവും. രാവിലെ തന്നെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ വരും. പിന്നെ ഉച്ചയാവുമ്പം ആദ്യമൊക്കെ നമ്മൾ അവരെ വീട്ടിലേക്ക് പോയിട്ട് സദ്യ ഉണ്ണാൻ കറക്റ്റ് സമയമാകുമ്പോൾ വിളിക്കും, ചേച്ചിമാർ വിളിക്കും. അപ്പം നമ്മൾ ആദ്യം ഉച്ചയ്ക്കൊരു വീട്ടിൽ പോവും. പിന്നൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ, അപ്പം അടുത്ത വീട്ടിൽ പോവും. അങ്ങനെയാണ്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പായസം, സാമ്പാർ, ഇതൊക്കെ പ്രധാന വിഭവങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തും. ആ രൂപത്തിലാണ്. തൊട്ടടുത്ത് എൻ്റെ കുട്ടിക്കാലത്തുള്ള, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് ടൗണിലാണ്. പേരാമ്പ്രയിലെത്തി, അതിന് മുമ്പ് വരെയുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. പിന്നീട് സുഹൃത്തുക്കളെ കാണാൻ പോകും. ഏകദേശം 3 മണിയൊക്കെ കഴിയുമ്പം വിവാഹം ചെയ്തു പോയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയമാണല്ലോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവും. അങ്ങനെയുള്ള ഒരു ഓണം അതാണ്. കോഴിക്കോടത്തെ ഓണം അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ചിന്തയും അമ്മയും ചിന്തയും അല്ലേ? ഒരു മാറ്റവും ഇല്ല, എപ്പോഴും ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഒട്ടിയിട്ടാണ് നടക്കുക. ഇപ്പോഴും അങ്ങനെ ഒട്ടി വന്നിട്ടും ഉണ്ട് അമ്മ. എന്താണ് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? സദ്യയുടെ എല്ലാ വിഭവങ്ങളും കൂടി ചേർത്ത് അവസാനം വരുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ സദ്യ തീരുമ്പോൾ വായിൽ വരുന്നൊരു കണ്ണടച്ചിട്ടിങ്ങനെ ഒരു ഇരുത്തുണ്ട്, വയറ് നിറഞ്ഞിട്ട്. അതെ അതെ അതെ. ഓണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ചെറിയ കുടുംബം ആഘോഷിച്ച ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നുള്ളത്. ഞാനിതുപോലെ തന്നെ അടുത്ത വീടുകളിലൊക്കെ പോയി പൂവൊക്കെ പറിച്ച്, പക്ഷെ എനിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് അത്തപ്പൂക്കളം ഇടുന്നത്. എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. കൂട്ടുകാരൊന്നും അങ്ങനെ അടുത്തില്ല, സഹോദരങ്ങളില്ല. അപ്പോൾ പക്ഷേ ഓണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പപ്പ എന്നെ മമ്മിയും കൊണ്ട് ബീച്ചിൽ പോവും. നമ്മുടെ കൊല്ലംകാരുടെ, ബിന്ദു ചേച്ചി ഉള്ളതുകൊണ്ട് അറിയാം, കൊല്ലംകാരുടെ ഒരു പ്രത്യേകത, ഓണം ഉണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊല്ലം ബീച്ചിലേക്ക് പോവും. അങ്ങനെ പോകുന്ന ഒരു ഓർമ്മ എനിക്കിപ്പോഴും വലിയൊരു നൊസ്റ്റാൾജിയായിട്ട് മനസ്സിൽ നിൽക്കുന്നതാണ്. പിന്നീട് കുറച്ച് വലുതായത് തൊട്ട് ക്ലബ്ബുകളുടെ പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഓണം കൂടുതലും മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, ഒരു 6-7 വർഷമായി ഞാൻ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജില്ലാശുപത്രിയിൽ സദ്യ കൊടുക്കും ഓണത്തിന്. അപ്പം ആ ദിവസങ്ങളിൽ ആശുപത്രിയിൽ പോയി അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ട്. അതെല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണ്. ശരി, അശ്വിനിലേക്കൊന്ന് പോകുന്നു. അങ്ങേ അറ്റത്തെ ഓണം എങ്ങനെയാ നോക്കണമല്ലോ, കാസർഗോഡ് ഓണം. മലയാളം അങ്ങോട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ? പക്ഷേ ഓണം ആഘോഷമാണല്ലോ. ഓണം എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ഞാൻ കർണാടക ബേസ് ആയതുകൊണ്ടും ബാംഗ്ലൂരിൽ ജനിച്ചിട്ട് വളർന്നത് കൊണ്ട് എനിക്ക് ഓണം അറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നതും ഈ കർണാടക അതിർത്തിയുള്ള പ്രദേശത്താണ്. അപ്പൊ അവിടെ വീട്ടിലും പോലും ഓണം സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. ഈ രാഷ്ട്രീയത്തിന് വന്ന ശേഷമാണ് ഈ ഓണം സെലിബ്രേഷന്റെ ഭാഗമായത്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയ ശേഷമാണ് ആദ്യമായിട്ട് ഓണം സെലിബ്രേഷനും അതുക്ക് വേണ്ടിയിട്ട് സെറ്റ് സാരി എടുത്ത ഓർമ്മമാണ് എനിക്ക്. ബിക്കോസ് അതിന് മുമ്പ് ഞാൻ സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഓണം സദ്യം എന്ന് പറയുന്നത് പോലും അന്ന് ആ ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ്റെ കൂടെ ഉണ്ടായ ബ്ലോക്ക് പഞ്ചായത്തിന് മെമ്പർ കൂടി സ്റ്റാഫിൻ്റെ ഒക്കം ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിച്ച ഓർമ്മകളും ഈ പൂക്കളം ഇട്ട ഓർമ്മകളാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ പൊളിറ്റിക്സ് വന്ന ശേഷം ഇപ്പോൾ വർഷം ഇയർലി ഈ ഓണം സെലിബ്രേഷൻ ഒരു ഭാഗമായി ഇപ്പോൾ നമ്മൾ പാർട്ടി ഓഫീസിലും പോലും ഓണം ആഘോഷം നടക്കുന്നുണ്ട്. ഫാമിലി പോലെ ഒരുമിച്ചിട്ട് പൂക്കളം ഇട്ടുകൊണ്ട് ഭക്ഷണം, അതുക്ക് വേണ്ടിയിട്ട് സാരീസ് എടുക്കുന്നതും ഈ പൂക്കളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മളെ സ്റ്റാഫുകൾ കൂടി പറയുന്നതും പിന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതും ഇപ്പോൾ ആണ് ഈ ഓണമിന്റെ യഥാർത്ഥ എന്താണെന്ന് തന്നെ മനസ്സിലായത്. യെസ്. ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാൽ അടുക്കളയിലുള്ള കുത്തപ്പാടുകളാണല്ലോ. എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കണം.
അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നവരും ഒരുപാട് പേരുണ്ട്. ബിന്ദുകൃഷ്ണ പുറത്തിറങ്ങിയല്ലോ അല്ലേ? അതെ അതെ അതെ. എന്നാലും ഉള്ളിലൊരു അടുക്കളയിൽ കയറാനുള്ള ഒരു ആഗ്രഹമുണ്ട്. മുമ്പൊക്കെ ഞാൻ തന്നെ സദ്യ ഉണ്ടാക്കുമായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. അതുവരെ വേണ്ടിയിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കില്ല. നമ്മൾ ആ സമയം മുഴുവൻ പബ്ലിക് പരിപാടികളുമായിട്ട് എല്ലാം പോയി. എന്ന് ക്ലബ്ബുകൾ രാവിലെ തൊട്ടേ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഉണ്ണാൻ സമയം ആവാറ് 1 മണിക്കൂറുള്ളപ്പോഴാണ് വീട്ടിൽ വന്ന്. ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത്? ഒരു ദിവസം നന്നായി ആഘോഷിച്ച് സ്ത്രീകളും അടുക്കളയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്ന് നല്ല വേഷമൊക്കെ ഇട്ടിട്ട് വേഷം മുഷിയാതെ ഇരിക്കുക, അയ്യോ ഭക്ഷണം വാങ്ങി കഴിക്കുക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വെളുപ്പിലേ കുളിച്ച് പാചകത്തിന് കയറുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പാചകം തീർന്ന് വരുമ്പോഴേക്കും ഒരു വഴിക്കായി കാണും. പിന്നെ വിളമ്പുന്നതിന് മുമ്പ് അടുത്ത ഒന്നുകൂടെ റെഡിയായിട്ടാണ് വിളമ്പിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 5 വർഷമായിട്ട് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. വിദ്യ എലത്തൂരിൽ നിന്നുള്ള വിജയം ഭയങ്കര ഞെട്ടിക്കുന്ന വിജയമായിരുന്നു. വിദ്യ ആരാണ്? ഓണക്കാലത്ത് ചോദിക്കാൻ പറ്റിയ അതെ, KSUവിലൂടെ തുടങ്ങിയതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഓഫീസ് ബെയർ വരെ ആയിട്ടുണ്ട്. 2 തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലർ ആയിരുന്നു. ഒരു തവണ പാർലമെന്റ് ഇലക്ഷനിൽ സീരിയസ് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി. അതെ അതെ. നിലവിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് മത്സരിക്കുന്നത്. കുറച്ചു കാലം ഈ നാഷണൽ പൊളിറ്റിക്സ് ആയിട്ട് പോകുന്ന സമയത്ത് സ്റ്റേറ്റിൽ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനോ അതിന് കുറച്ച് മാറി നിൽക്കാം. 2010 മുതൽ 20 വരെ 10 വർഷക്കാലം കോർപ്പറേഷൻ കൗൺസിലറായിട്ട് നവ്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു തവണ. നവ്യ സെക്കൻഡ് ടൈം, 2ാം തവണ ഞാൻ വരുമ്പോൾ നവ്യ ആദ്യമായിട്ട് കോർപ്പറേഷനിലോട്ട് വരുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ജേർണി എന്ന് പറയുന്നത്. സീനിയർ ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇപ്പം മത്സരിക്കുന്ന ഓരോ അസംബ്ലി ഇലക്ഷൻ എല്ലാ ഇലക്ഷനിലും പേര് വരും. ഒരു പേരാ. അതെ അതെ. 2019 ഞങ്ങൾ 2 പേരും ഒന്നിച്ച് പാർലമെന്റിൽ ഒരേ സമയത്ത് വടകര എൻ്റെ പേര് ഓൾമോസ്റ്റ് കൺഫേം ആയതായിരുന്നു. 2019 വിദ്യയുടെ പേര് വടകരയിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായി 2019. പിന്നെ ഓണം എന്ന് പറയുമ്പം ഇവിടെ ആരും പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുതാകുന്ന സമയത്ത് ഈ ചാണകം മെഴുകിയ പൂത്തറ ഉണ്ടാക്കുമായിരുന്നു. ഓണത്തിൻ്റെ 10 ദിവസം മുന്നേ മണ്ണുകൊണ്ട് തറയുണ്ടാക്കി അതിൽ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് പൂവിട്ടുകൊണ്ടിരുന്നത്. അതിലൊരു വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസവും അത്തത്തിൻ്റെ അന്ന് ഒരു ഇറുക്കിൽ വെക്കും, അതിൻ്റെ മുകളിൽ ഒരു പൂ വയ്ക്കും. അങ്ങനെ 10 ദിവസം 10 എന്താ പറയുക അതിന് ഇറുക്കിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൂ വയ്ക്കുന്ന അങ്ങനെ കണക്കാക്കിയിട്ട് അല്ലേ? 1ാമത്തെ ദിവസം 1, 2, 3 അങ്ങനെ 10 ദിവസം വെക്കുമായിരുന്നു. കുറച്ചു കാലമായിട്ട് കഴിഞ്ഞൊരു 10 വർഷമൊക്കെ ആയിട്ട് ഇപ്പം നേരത്തെ നവ്യ പറഞ്ഞതുപോലെ ഈ ഒരു 80s ആ ഒരു രണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ ഒന്നും മിനിസ്റ്ററിലേക്ക് കൂടി പോട്ടെ. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണെന്ന് പറയാമോ? ഈ ആഘോഷങ്ങൾ പലതവണയായിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇത്തവണ പലപ്പോഴും നിർബന്ധിതമായ സാഹചര്യം കൂടി ഉണ്ടല്ലോ ആഘോഷിക്കാൻ. പാലക്കാട് പോവും, പിന്നെ കോങ്ങാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പോവും. കോങ്ങാടിന്റെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കും. കോങ്ങാടാണ്. അതെ, ഓണമായിട്ട് കോങ്ങാട് ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ എത്തിയത്. അപ്പം അതുകൊണ്ട് കോങ്ങാടായിരിക്കും ഓണാഘോഷം. നമ്മൾ വയനാട്ടിലെ ഓണത്തിലേക്ക് പോയിട്ടേ ലൗഷ, വയനാട്ടിലെ ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വയനാട്ടുകാർ വളരെ വിപുലമായിട്ട് ഓണാഘോഷിക്കുന്ന ആളുകളാണ്. എൻ്റെ ചെറുപ്പകാലത്തും അതുപോലെ തന്നെ കല്യാണം കഴിച്ച ശേഷവും പൊളിറ്റിക്സിൽ വന്ന ശേഷവുമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഓണാഘോഷം എന്ന് എനിക്ക് തോന്നുകയാണ്. ചെറുപ്പകാലങ്ങളിൽ സ്വന്തമായിട്ട് പൂ പറിച്ച് 10 ദിവസങ്ങളിലായിട്ട് 10 തരം പൂവുകൾ, 10 ആകുമ്പോഴത്തേക്കും 10 തരം പൂവുകൾ ഇടുന്ന സാഹചര്യവും വീടുകളിൽ തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം ഇന്ന് ഓണാഘോഷിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയും കൂടിയാണ്. ഒരുപാട് ആളുകളുണ്ടാവും. നിലത്ത് നക്കലയിട്ട് സദ്യ ഉണ്ടെന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കല്യാണം കഴിച്ചപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നു. വീടുകളിൽ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ കുടുംബാംഗങ്ങൾ 4 ഓണം വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം 4 ദിവസവും ഇങ്ങനെ വളരെ തിരക്കേറിയിട്ടുള്ള കുടുംബാംഗങ്ങളെ സദ്യ കൊടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സിൽ വന്നപ്പോഴത്തേക്കും വ്യത്യസ്തമായി. അവിടെ നമ്മളിപ്പം വീടുകളിൽ പുറത്താണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ തന്നെ വിവിധ സംഘടനാ സംവിധാനങ്ങൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലബ്ബുകൾ, വായനശാലകൾ. അപ്പോൾ അവിടെ സദ്യ ഉണ്ടാകാൻ പോകലും, അവിടെ പൂക്കള മത്സരം കാണാൻ പോകലും, അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിന്ന് കഴിക്കാൻ കഴിക്കാൻ പോകുന്ന പരിപാടിയിലേക്ക് മാറി വീടുകളിൽ ഒരു ദിവസമായിട്ട് ഒതുങ്ങിപ്പോയി. പിന്നെ ഒരു തിരുവോണം മാത്രമായിട്ട് ആഘോഷിക്കുന്നതും ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓണത്തിൻ്റെ ഒരു 10 ദിവസം മുമ്പും 10 ദിവസത്തിന് ശേഷവും ഒക്കെ ഈ പൂക്കള മത്സരങ്ങളൊക്കെ കാണലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വയനാട്ടിൽ 2018 ശേഷം കുറേ ഓണാഘോഷങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. പ്രളയ സമയത്ത് പുത്തുമല ദുരന്തം, അതുപോലെ ഇപ്പം കള്ളാടി, ചൂരൽമല ദുരന്തമൊക്കെ ഉള്ള കാലത്ത് വയനാട്ടുകാർ ഓണം ആഘോഷിക്കാതെ പോയായിരുന്നു. ആ ഒരു ദുരന്ത സമയങ്ങളിലുള്ള ഒരുപാട് ആളുകളുടെ മരണമൊക്കെ ആയിട്ട് പതുക്കെ നമ്മൾ തിരിച്ചു വരികയാണ്. അതെ, അങ്ങനെ സാധിക്കട്ടെ. അപർണയുടെ ഓണം എങ്ങനെയാന്ന് പറഞ്ഞില്ല. എല്ലാവരും ഓണം പറഞ്ഞു, പാട്ടും പാടിക്കൊടുത്തു. അപർണ പാട്ടും പാടണം, അപർണയുടെ ഓണം പറയണം.
എൻ്റെ അമ്മയുടെ നാട് എറണാകുളമാണ്, അച്ഛൻ്റെ ഷൊർണൂരാണ്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ്, പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് മുത്തശ്ശൻ്റെ കൊല്ലവും. പക്ഷേ വെക്കേഷൻ ആകുമ്പോൾ ഇതേപോലെ എറണാകുളത്തും ഷൊർണൂരുമാണ് ഡിവൈഡ് ചെയ്ത് പോകും. 10 ദിവസം 5 ദിവസം 5 ദിവസം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എറണാകുളത്തുള്ള ഓണവും ഷൊർണൂർ എന്ന് പറയുന്ന തനിയൊരു നാട്ടിൻപുറമാണ്. അപ്പോൾ അവിടെ വലിയ മുറ്റവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പൂക്കൾ നമ്മൾ അവിടെ തൊടിയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ്. പക്ഷെ എറണാകുളത്താകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് പിന്നെ കുറച്ചൊക്കെ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ കസിൻസ് എല്ലാവരുമായിട്ടുള്ള ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കസിൻസിൻ്റെ കൂടെയുള്ള ഓണമാണ് എനിക്ക് കുട്ടിക്കാലത്തുള്ളത്. മുത്തശ്ശൻ ഷൊർണൂർ വരും, ഞങ്ങളുടെ കൂടെ മുത്തശ്ശൻ ഉണ്ടാവും ഓണത്തിന്. അങ്ങനെയാണ്. അപർണയ്ക്കും ബാക്കി എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് തുമ്പിവ പാടിയാലോ അല്ലേ? തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലിൻ നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലിൻ നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. പാടേണ്ടിയിരുന്ന ഈ പാട്ടാണോ? വേറെ പാട്ടുണ്ടോ പാടാൻ? ചേച്ചി കവിത പാടാൻ റെഡി ആയിട്ട് കവിത ചൊല്ലോ അല്ലേ? കവിതയല്ലോ 4 വരി. സാർ ഇവിടെ ഇലക്ഷന് മത്സരിച്ചപ്പോൾ അന്ന് പാടിയ ഒരു 4 വരിയാണ്. പാടാനൊന്നും അറിയില്ല കേട്ടോ. 20-ാം നൂറ്റാണ്ടിൽ ഉച്ചവെയിൽ ഉഷ്ണമേറ്റുരുകുത്തിളയ്ക്കുമീ ഉപ്പിൻ്റെ കോടിൽ നിന്നുയരുന്നു, നാടാകെ പടരുന്നു. വിപ്ലവമേ ഉള്ളൂ. വിപ്ലവം കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഈ ഇരിക്കുന്നതിൽ പല ആളുകളും, ഞാനടക്കം അല്ലേ, സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളുകളാണ്. ഓരോ അനുഭവം ഉണ്ടാവും. ചിന്തയ്ക്കും എനിക്കും സമാനമായ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ചിന്തയ്ക്ക് എന്താണ് ഈ ഓണ ദിവസം ഈ അറ്റാക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത്? ഞങ്ങളെല്ലാം ഏറി വെച്ച് പരസ്പരം ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ്. അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റെന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വിനിയോഗിക്കാം. അതുകൊണ്ട് ഈ ഓണനാളിൽ നിങ്ങളൊരു തീരുമാനമെടുക്കൂ. വെറുതെ വിമർശനങ്ങളാവാം കേട്ടോ. ഞങ്ങളെ തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാം. അതിനെയെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, രാഷ്ട്രീയത്തിന് അതീതമായി. രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിലപാടിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിൽ വെറുതെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അധിക്ഷേപിക്കുക, മോശപ്പെടുത്തുക. തുടക്കം എന്നുള്ള പുതിയ ചിത്രത്തിൽ നമ്മുടെ വിസ്മയ വരുമ്പോൾ നല്ലൊരു അഭിപ്രായമല്ലേ വിസ്മയ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടി എന്ന നിലയിൽ അവർ സമരങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നേരെ എന്തൊരു വലിയ സൈബർ അറ്റാക്കാണ്. അപ്പം അതെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, അത് പറയട്ടെ, അതിനെ നിങ്ങൾ അഭിപ്രായങ്ങൾ കൊണ്ട് നേരിടൂ, അല്ലാതെ അഭിപ്രായം പറയുമ്പോൾ അതിന് വേറൊരു കളർ കൊടുത്തിട്ടാണല്ലോ. ഫാത്തിമയ്ക്ക് നല്ല അനുഭവമുണ്ട്. ഫാത്തിമയ്ക്ക് ഈ ഇലക്ഷൻ കാലത്ത് അല്ലേ വളരെ മോശം അനുഭവമാണ്. അതിനെ എങ്ങനെയാണ് ഫാത്തിമ നേരിട്ടത്? നല്ല മറുപടി കൊടുത്തിട്ടാണോ അതോ അവഗണിച്ചിട്ടാണോ? ഞാൻ അവഗണിച്ചിട്ടാണ് ഏറിയതും നേരിട്ടത്. അത് ഇലക്ഷൻ കാലത്ത് മാത്രമല്ല കേട്ടോ, ഇതിന് മുമ്പും ഒരുപാട് നമ്മളാരും അത്ര ഹാപ്പി ആയിട്ട് തുറന്ന് സംസാരിക്കുന്നത്, വളരെ നമ്മളായിട്ട് നിൽക്കുന്നത് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അത് വളരെ മോശമായിട്ട് ചിന്ത പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജനകീയമല്ലാത്ത രൂപത്തിലുള്ള രീതികൾ വരുമ്പം അതിനോട് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാനത് കഴിഞ്ഞ നിയമസഭാ പ്രസംഗത്തിൽ അത് ഉന്നയിക്കുകയും, ഒരു വലിയ മാസീവായിട്ടുള്ള കുപ്രചരണങ്ങൾ, ഇപ്പം AI കാലമാണ്, ആർക്കും ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഇത് അസൽ പോസ്റ്ററാണ്, ഒറിജിനലാണ് എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന കാലമാണ്. അപ്പം അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ആഭ്യന്തര വകുപ്പ് ആ വിഷയവുമായി വളരെ ജാഗ്രതയോടെ ഒരു വലിയ പ്ലാൻ തന്നെ അവർ തയ്യാറാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് പറഞ്ഞത്. അത് നമുക്കെന്ന് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ എങ്ങനെ നേരിടുന്ന പോലും അറിയില്ല. അപ്പം അതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവും. സുജാ ചേച്ചി ഇപ്പോൾ തുടക്കകാലത്തൊന്നും സുജാ ചേച്ചിക്ക് ഇല്ലാത്ത അനുഭവമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അല്ലാതെ തന്നെ ഈ ലഘുലേഖ അല്ലാതെയൊക്കെ ആക്ഷേപം വേറെ രൂപത്തിലായിരുന്നു. അതായത് അന്നൊന്നും ഇതുപോലെ ഒരുപാട് പേര് വന്നിരുന്ന ഒരു സമയം കൂടി അല്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു. പിന്നെ പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയി വന്ന സമയത്തും ഒക്കെ നന്നായി ആക്ഷേപിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആക്ഷേപമൊന്നും കേട്ട് നമ്മൾ പിന്തിരിയില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിർത്തിക്കോളും. അതായത് ഇപ്പോൾ ഇത് കുറച്ചൊരു മനോരോഗവും കൂടെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. അതായത് ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ടാലൊക്കെ അതിൻ്റെ കീഴിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വായിക്കോ? ആരും മൈൻഡ് ചെയ്യുന്നതൊക്കെ അല്ലല്ല. ഈ ആളുകൾ പറയും, ചേച്ചി അതിൻ്റെ കീഴിൽ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കീഴിൽ എഴുതിക്കാൻ വേണ്ടി ആളെ നിയോഗിക്കുന്നുണ്ടല്ലോ.
എന്നുവെച്ചാൽ കോടിക്കണക്കിന് രൂപയാണല്ലോ ഇതിനെല്ലാം വേണ്ടി ഇന്ന് ഇപ്പോൾ ശ്രീമതി ടീച്ചർക്ക് ഉണ്ടായ അനുഭവം ഉണ്ടായിരുന്നു. ശ്രീമതി ടീച്ചർ ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ ഒരു പരിപാടിയിലായതുകൊണ്ട് വരാൻ പറ്റില്ല. ടീച്ചർ കരയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയത്. MLA എന്നുള്ളതിലേക്ക് പെൻഷൻ വാങ്ങിച്ച് ടീച്ചർ എത്രയോ കാലമായി 19 വർഷക്കാലമായി വളരെ സജീവമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മിനിസ്റ്ററും MP-യും MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ടീച്ചർ എല്ലാവർക്കും അറിയാമല്ലോ. ടീച്ചർ അങ്ങനെ മറ്റൊരാളിൻ്റെ ഭാര്യയുടെ പെൻഷൻ വാങ്ങുമോ? അത് കൃത്യമായി അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതല്ലേ. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ധൈര്യം കാണിക്കുന്നല്ലോ. അതുണ്ടാക്കിയ ഒരു മാനസിക വിഷമത്തിൽ നിന്നാണ് ടീച്ചർ ആ രൂപത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. അതൊന്നും ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം പൊതുസമൂഹം ചിന്തിക്കേണ്ട അങ്ങനെയാണ്. സ്ത്രീകൾ വളരെ സജീവമായി മുന്നോട്ട് വരട്ടെ. ഒരുപാട് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നാടിന് വലിയ സംഭാവന കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട്, മീഡിയയ്ക്കും എല്ലാം ഉണ്ട്. തീർച്ചയായും രമ്യയ്ക്കും സമാനമായ അനുഭവം ഉണ്ടാകും. രമ്യ കുറേയൊക്കെ ചിരിച്ച് നേരിടും, കുറേയൊക്കെ നല്ല മറുപടിയും കൊടുക്കും അല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് സമയത്തും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഇപ്പം പ്രസംഗം എല്ലാവർക്കും ഒരുപാട് നേരം കേട്ടിരിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ പ്രസംഗത്തിനെ എങ്ങനെ മധുരമാക്കാം എന്നുള്ളതിൽ നിന്നാണ് പാട്ടും സംസാരിക്കുന്ന വിഷയം ഏതാണോ അതുകൂടി കണക്ട് ചെയ്യുന്ന പാട്ടുകൾ പാടിക്കൊണ്ടാണ് പലപ്പോഴും വേദികളിൽ സംസാരിക്കാറ്. അതിന് ഏറ്റവും വലിയ സൈബർ ആക്രമണം നേരിട്ടൊരാളാണ്. അത് അന്നും ഇന്നും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. 2019 അത് ഏകദേശം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഒരാൾ ഞാനാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്, രമ്യയെ പെങ്ങളൂട്ടിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ, പോസിറ്റീവായിട്ടുള്ള പ്രയോഗം എന്നുള്ള നിലയ്ക്കാണ് ആദ്യമൊക്കെ അതിനെ കണ്ടത്. പക്ഷേ പിന്നെ അതിൽ തളച്ചിടുന്ന പോലെ തോന്നിയില്ലേ? ഒരിക്കലും ഇല്ല. കാരണം അതിപ്പം പാലക്കാട് ആലത്തൂരുകാർ, നമ്മൾ പാലക്കാട് ചെല്ലുമ്പോൾ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് എത്തുമ്പോഴും അത് വിളിക്കും. അതിനകത്തൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നിലിരിക്കുന്നവർ ഈ വിഷയം 19 ഉണ്ടായപ്പോഴും അതിനുശേഷം 2026 വന്ന് നിൽക്കുമ്പോഴും ഞാൻ എപ്പോഴും നോക്കുന്നത് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു അമ്മമാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്രായമായിരിക്കുന്നവർ നമ്മൾ കാണുന്ന ആ വേദിയിൽ അവരൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രസംഗവും പാട്ടും കൂടി ആകുമ്പം അവർ ഹാപ്പി ആക്കുക എന്നുള്ളത്. അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു അല്ലെങ്കിൽ അവിടെ വരുന്നത് എന്താണെന്ന് മറുപടിയായിട്ടൊരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാകാം എല്ലാവർക്കും പറയുന്നത്. ഞാനും ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലും ഏതൊരു വേദിയിൽ ചെന്നാലും ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ സുന്ദരിയായിരിക്കുന്ന നമ്മുടെ സ്മൃതിജി പോലും ചിലപ്പോൾ അറിയാവുന്ന പാട്ടായിരിക്കും. പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. വിദ്യ, ഒരു വലിയ തട്ടിപ്പിന്ന് രക്ഷപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, അതും കൂടി നാട്ടുകാരോട് പറയണ്ടേ? പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നാലും പക്ഷെ ഇവിടെ ഇപ്പം ഫാത്തിമ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വരുന്ന അറ്റാക്കിംഗ് ആണെങ്കിൽ നമ്മളൊരു സൈബർ വിഷയമാണ്. പക്ഷെ ഈ ഒരു സബ്ജക്റ്റും വിദേശ രാജ്യങ്ങളിലടക്കം ആളുകൾ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ഫ്രോഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജഡ്ജിമാർ വരെ കുടുങ്ങി പോകുന്നുണ്ട്. അതെ അതെ, നമുക്ക് ഒരിക്കലും നമ്മുടെ ബിയോണ്ട് ലിമിറ്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഒരു കോള് വരുന്നതും അതുപോലെ തന്നെ ഈ OTP ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. വളരെ സ്വാഭാവികമായിട്ട് ഒരു യാത്രക്കിടയിൽ ഒരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്ന് കാര്യം സംസാരിച്ച് അവസാനം ഇവരിങ്ങനെ പറയണു, ഇന്ന ആളിന് ഞങ്ങളിങ്ങനെ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അവർ ഇത്ര ഓഫർ ചെയ്തിട്ടുണ്ട്, അപ്പം ലീഡർഷിപ്പിന് താല്പര്യം ഒരു വനിത എന്ന രീതിയിൽ കോഴിക്കോട് മന്ത്രിമാരില്ലാത്തതല്ലേ, അപ്പം താല്പര്യമുണ്ട് വിദ്യയെ വെക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ സംസാരിച്ച ഉടനെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, പൊളിറ്റിക്സിൽ കുറേ വർഷങ്ങളായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ആരും പണം കൊടുത്തല്ലല്ലോ മന്ത്രിമാരാവുന്നത്. അപ്പൊ ആ സംസാരം അവസാനത്തേക്ക് വന്ന സമയത്താണ് പണത്തിന്റെ കാര്യമൊക്കെ വരുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ ലീഡർഷിപ്പായിട്ട് സംസാരിച്ചു. രമ്യക്ക് വന്നു, പിന്നെ അതുപോലെ കുറേ പേർക്ക് വന്നു. ഞാൻ എടുക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അല്ലല്ല, അത് വരില്ലായിരുന്നു. PGയുടെ ഓഫീസ് എന്ന് പറഞ്ഞല്ലേ വിളിക്കണേ. അവസാനം അവര് തന്നെയാണ് എന്നോട് പറഞ്ഞത്,
കോള് വന്നത് നമ്മളൊരു സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം വിദ്യയുടെ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. സുമേഷ് അച്യുതൻ, എൻ്റെ പഴയ പാർലമെൻറ്റ് കോൺഫറൻ സുമേഷ് അച്യുതൻ അവരുടെ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ്, അപ്പം ഇന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു AICCയിൽ ഉണ്ടാവുമല്ലോ നമ്പർ, ഇല്ലെങ്കിൽ നിങ്ങൾ KPCCയിൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ KPCCയുടെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഫോൺ കട്ടായി, വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഓഫീസിനകത്തുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് നമ്പർ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വലിയ എൻ്റെത് എന്ന് വെച്ചാൽ നമ്മുടെ MP യുടെ കയ്യിൽ നിന്ന് അവർ നമ്പർ വാങ്ങിച്ചത്. കോഴിക്കോട് MP വിളിച്ചിട്ടാണ് നമ്പർ വാങ്ങിക്കുന്നത്. അപ്പോൾ MP ആദ്യം വിളിച്ചു പറയാണ് കോള് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വന്ന് അവസാനമാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ MP വിളിച്ചു സംസാരിച്ചു. അതുപോലെ തന്നെ AICC ലീഡർഷിപ്പായിട്ട് സംസാരിച്ചു, പ്രിയങ്കാജിയുടെ ഓഫീസായിട്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പല ആൾക്കും കോള് പോകുന്നുണ്ട്, അത് പോലീസായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ കമ്മീഷണറെ വിളിച്ച് നമ്പർ ട്രേസ് ചെയ്തു. അശ്വിനി ആയാലും നവ്യ ആയാലും പാർട്ടിയിലെ തീപ്പൊരി വനിതാ നേതാക്കളാണ്. സമാനമായ അനുഭവങ്ങളുണ്ട്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് BJP പാർട്ടിക്കകത്തുനിന്നുണ്ടോ ഈ വനിതാ നേതാക്കൾക്ക്, അതല്ല പുറത്തുനിന്നാണോ, എങ്ങനെയാണ്? അങ്ങനെ പാർട്ടിക്കകത്ത് പുറത്തൊന്നുമില്ല. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമൻസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ കമൻസ് ഒന്ന് എടുത്ത് തുറന്നു നോക്കി വായിക്കാൻ തന്നെ ഒരു പേടിയാണ്. കാരണം എന്താണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്കറിയില്ല. ഓരോ ഗ്രൂപ്പിൽ പെടുത്തോന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇല്ല, അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഓവർകം ചെയ്യുന്ന ആളുകൾക്ക് തന്നെ പൊളിറ്റിക്സിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഗ്രൂപ്പിന്റെ ഭാഗം എന്നുള്ളതൊന്നുമില്ല. അതെനിക്ക് തോന്നുന്നു വിത്തിൻ ദ പാർട്ടിനേക്കാളും പാർട്ടിക്ക് പുറത്താണ് അതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ നടക്കുന്നതെന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യം അറ്റാക്കുകൾ ഉണ്ടെങ്കിലും ശരി, ട്രോളുകൾ, വളരെ മനോഹരമായിട്ടുള്ള ട്രോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഫിലിമിൻ്റെ ഒരു പോർഷനൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രോൾസ് ഒക്കെ വരുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹ്യൂമറുള്ള കുറേ ആൾക്കാരും ഉണ്ട് ഇതിനിടയിൽ. അതെ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രോൾസ് നമുക്ക് കാണാൻ സാധിക്കും. മറുവശത്ത് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള, അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും ശരി, സ്വന്തം രാഷ്ട്രീയക്കാരോടാണെങ്കിലും ശരി, അത്രത്തോളം അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. ചിന്ത ആ രീതിയിൽ വല്ലാതെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചിന്തയ്ക്ക് എപ്പോഴെങ്കിലും നല്ല രസം തോന്നിയിട്ടുണ്ടോ, നല്ല തമാശ തോന്നിയിട്ടുണ്ടോ? ചിന്തയുടെ പഴയ പ്രസംഗങ്ങളെടുത്ത് അല്ലേ, ചിലപ്പോൾ കവിത ചൊല്ലിയതും അഭിനയിച്ചതായിരിക്കാം. ഒരുപാട് രസകരമായ ട്രോളുകൾ കാണാറുണ്ട്. ഞാൻ അതൊക്കെ ഇരുന്ന് ആസ്വദിക്കാറുണ്ട്, പിന്നെയും ഇരുന്ന് കാണാറുണ്ട്. ഒരിക്കൽ മമ്മി എന്നോട് പറഞ്ഞു, സലീം കുമാർ നിന്നെ കളിയാക്കിയത്. അപ്പം ഞാൻ ഓർത്തു, അയ്യോ സലീമേട്ടനൊക്കെ എന്നെ അറിയാവോ? സംഭവം എന്താ, ഈ ട്രോളിനകത്ത് നമ്മുടെ പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമ ക്ലിപ്പ് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യുമല്ലോ. മമ്മി വിചാരിച്ചത് ഇത് എന്നെ കുറിച്ച് സലീം കുമാർ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വളരെ പെർഫെക്റ്റായി എഡിറ്റ് ചെയ്യുന്ന, സിറ്റുവേഷൻ അനുസൃതമായി നന്നായി ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ വരുന്ന ട്രോൾസ് ഒക്കെ കാണുമ്പോൾ ഞാൻ തന്നെ എൻജോയ് ചെയ്ത് ചിരിക്കാറുണ്ട്. മലയാളം തന്നെ കഷ്ടേ അറിയുള്ളൂ, പക്ഷേ സൈബർ അറ്റാക്ക് നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് തന്നെ എന്നെ കളിയാക്കുന്നതും പിന്നെ ട്രോൾ ആക്കുന്നതും. ചിന്ത പറഞ്ഞ പോലെ തന്നെ ഞാനും ചില കമന്റുകൾ വായിക്കാറുണ്ട്. വായിച്ചിട്ടായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയല്ല പറയുന്നുണ്ടല്ലോ, എഴുതുന്നുണ്ടല്ലോ, ചിലപ്പോൾ ചിരിക്ക വരുന്നുണ്ട്. എന്ത് സംസാരം ഇത്. പിന്നെ എനിക്ക് മലയാളം തന്നെ അല്ലേ ഞാൻ എന്നെ പറയുന്നത് എന്തറിയോ, ആദ്യമായിട്ട് മലയാളം പഠിച്ചിട്ട് വാടി പിന്നെ നോക്കാന്ന്, ഇങ്ങനെയൊക്കെയല്ല പറയുമ്പോ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 5 yearsന്റെ അകത്ത് ഇങ്ങനെ മലയാളം സംസാരിക്കാൻ പഠിച്ചല്ലോ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കമന്റ് അല്ല. പിന്നെ എന്നെ പോലെ അവർക്ക് കന്നഡ സംസാരിക്കാൻ അറിയില്ല, എന്റെ പോലെ അവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ 5 വർഷം കൊണ്ട് ഈ മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. സ്പീഡിലെ മലയാളം പറയുന്നല്ലേ? അതെ, സംസാരിക്കാൻ പഠിച്ചു. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞെങ്കിൽ, എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് താഴെ വരുന്നത്, ആദ്യം വന്ന് മലയാളം പഠിച്ചിട്ട് വാ, ഇത് ഏത് ബംഗാളിയാണോ, നീ ഏത് സംസാരിക്കുന്നതെന്ന്, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ്. ചില കമന്റ്സുകൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഫേക്ക് IDs ആണ്. അപ്പോൾ ഫേക്ക് IDs വെച്ചുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യമില്ല. നിങ്ങൾക്ക് ഫേക്ക് ID ഉണ്ടാക്കുന്നേക്കാളും ഒറിജിനൽ ID തന്നെ നിങ്ങൾ കമന്റ് ഇട്ടല്ലോ, നമ്മൾ നോക്കാമല്ലോ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നമുക്കറിയാം. പക്ഷേ ഈ ഫേക്ക് ID വെച്ചുകൊണ്ട് ഇല്ലാത്ത കഥകളും പിന്നെ അബ്യൂസ് ആവുന്ന വേർഡ്സുകൾ യൂസ് ആക്കുന്നത്. ഉഷയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ഓണമായി ബന്ധപ്പെട്ടല്ലേ? ഈ സൈബർ അറ്റാക്കിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല, എന്നാലും അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് സ്ത്രീകൾ ഈ ഒരു പൊതുരംഗത്തേക്കും പൊളിറ്റിക്സിലേക്കും വരാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. വളരെ റയറായിട്ട് മാത്രമാണ് ആളുകൾ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അതിനുശേഷം 33%, അതിനുശേഷം 50% ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. 50% വന്നപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, പകുതിയിലധികം സ്ത്രീകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. നിയമസഭയിൽ ലോക്സഭയിലല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ എന്തിനെയാണോ ബേസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്,
ആ സംസാരത്തിന്റെ തുടക്കവും ഒടുക്കവും ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ട് അത് മാത്രം സംസാരിക്കാൻ അറിയാത്തവർ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം കുറെ ആളുകളെങ്കിലും പുരുഷന്മാരായിരിക്കുമല്ലോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ സ്ത്രീകളും അതിനെ സപ്പോർട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചല്ല, അത് സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. മടങ്ങിയെത്താൻ നമ്മളൊരു പാട്ടോട് കൂടിയാ പറഞ്ഞ എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഒരു ആർക്കും കൂടി പാടാൻ പറ്റിയ വെളിപ്പൻ പാട്ടായിക്കോട്ടെ. ഓക്കെ, കുട്ടനാടൻ കായലിലെ പാടാം. ഓക്കെ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളങ്കണ്ണ് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ, പുള്ളിക്കുയിലേ കുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ കഞ്ചത്തിലെ മീനും പിടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃതേ, അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതി മൃതേ, കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കടം കമിഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഈ ഓണത്തിൽ ഈ സൊസൈറ്റിക്ക് വരേണ്ട ഒരു മാറ്റമായിട്ട് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ സൊസൈറ്റി എങ്ങനെ മാറണം എന്നാണ് ഈ ഓണനാളിൽ ഒന്ന് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാവേണ്ടതാണ്. കാരണം എസ്പെഷ്യലി സ്ത്രീകൾക്ക് നേരെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഈ സൈബർ ഇടത്തെ പറ്റി ഉണ്ടാകുന്ന സമയത്തൊക്കെ തുടക്കക്കാരായിട്ട് ഒരു പൊളിറ്റിക്സ് ആണെങ്കിലും ഇതുപോലുള്ള ഒരു പൊതുപ്രവർത്തന മേഖലയിലൊക്കെ വരുന്ന ആളുകൾക്ക് ഇത്തരം സൈബർ അറ്റാക്കൊക്കെ വരുന്ന സമയത്ത് മാനസികമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ അനാവശ്യമായിട്ട് സമയം ചെലവഴിച്ച് മറ്റുള്ളവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അത്തരം ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അത്തരം ഒരു ക്യാമ്പയിൻസൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടാണ്. വളരെ ചുരുക്കി അല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഇപ്പം സ്ത്രീകളാണല്ലോ. ഇപ്പം സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് വലിയ രീതിയിൽ സംസാരിക്കുകയും ചർച്ചയുണ്ട്. പക്ഷെ അവർ അരങ്ങത്ത് എത്തിയപ്പോൾ ഉള്ള ദ്വയാർത്ഥ പദങ്ങൾ ഉപയോഗിക്കുകയും സൈബർ അറ്റാക്കും ഒക്കെ വരുമ്പം എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ ജോലിയാകട്ടെ, അത് ചിലപ്പോൾ സിനിമയായിരിക്കാം, ചിലപ്പോൾ മാധ്യമ മേഖലയാകാം, രാഷ്ട്രീയമാകാം, ഗായകരാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും സ്ത്രീകൾ മുന്നോട്ട് കടന്നു വന്നു അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്നതിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവരെത്തി. പക്ഷെ ആ എത്തിയിടത്ത് നിന്നാണ് ആക്രമിക്കപ്പെട്ട് ചില ആളുകൾ പിന്നോട്ട് തന്നെ തിരിഞ്ഞു പോവുകയും, ഇപ്പം നേരത്തെ വിസ്മയുടെ കാര്യം പറഞ്ഞ പോലെ വിസ്മയുടെ അച്ഛൻ ലാലേട്ടൻ്റെ എന്താ പറയുക, സിനിമയില്ലാത്തൊരു ഓണം പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോലും വിസ്മയ പോലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അനുഭവിച്ച ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്, ഒരു അഭിപ്രായം പറയുമ്പോൾ. അപ്പോൾ അത് അത്തരം രീതിയിലേക്ക് പോകുമ്പം ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് വരാനുള്ളതിൽ വലിയ വേദനയിൽ ചിലപ്പോൾ പിന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. അവർക്ക് എന്താ തോന്നുന്നത്, ഈ എംപവേർഡ് ആയ സ്ത്രീകളെ അംഗീകരിക്കാൻ പൊതുവെ പുരുഷന്മാർക്കൊരു ബുദ്ധിമുട്ടാണ്? അതെ, ഒരു 90% ശരിയാണെന്നാ തോന്നുന്നത്. പക്ഷെ അടുത്ത ഇലക്ഷൻ മുതൽ 30% സ്ത്രീ സംവരണം വരുന്ന സാഹചര്യത്തിൽ സീറ്റ് നൽകേണ്ട കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിർബന്ധമായിട്ടും ഉദ്ദേശങ്ങൾ വേറെ ഉണ്ടല്ലോ. അല്ല, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് അതിന്റെ ഒരു അംഗീകാരം കിട്ടും. പിന്നെ സമൂഹത്തോട് പറയാനുള്ളതും, നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം ഇങ്ങനെ പറയുമ്പോഴും ഒരു പെർട്ടിക്കുലർ ലെവലുണ്ട് നമ്മുടെ ഒരു അത് ഉൾക്കൊള്ളണ്ട. അത് മറികടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്ത് നെഗറ്റീവ് കമന്റ്സ് ഇട്ടാലും ശരി, എത്ര തളർത്താൻ ശ്രമിച്ചാലും അതിൽ നിന്ന് ഊർജ്ജം പകർന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രത്യേക കരുത്ത് മൾട്ടി ടാസ്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്. ചിന്ത ആ ഒരു അവസ്ഥയിലെത്തിയ ആളാണ് അല്ലെ, മറികടന്നു കഴിഞ്ഞു. ഞാനൊന്ന് ഈ കമന്റ് ഒന്നും വായിക്കാറില്ല. രണ്ട്, അനാവശ്യമായി നടക്കുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് മൈൻഡ് അപ്ലൈ ചെയ്ത് പോകുന്ന രീതിയാണ് ഞാൻ പൊതുവെ പിന്തുടരാറുള്ളത്. ഇല്ലെങ്കിലൊക്കെ എപ്പോഴേ നമ്മൾ തകർന്ന് കരഞ്ഞ് നാശമായി ഇതൊക്കെ അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിരുന്നേനെ. എനിക്ക് ശേഷം വരുന്ന തലമുറയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഞാനത് ഇതിനു മുമ്പ് ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെയിം പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇട്ടാൽ ഇൻസ്റ്റയിൽ വരുന്ന കമന്റ്സ് എല്ലാം വളരെ പോസിറ്റീവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളാണ് പറയുന്നത്. കാരണം ഇൻസ്റ്റ കൂടുതലായി യൂസ് ചെയ്യുന്നത് പുതിയ തലമുറയാണ്. അപ്പൊ അതില് ഒരു വലിയ പ്രതീക്ഷയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഓണനാളിലും എനിക്ക് തോന്നുന്നു പുതിയ തലമുറ, ഇപ്പോൾ ജെൻസി വളരെ ആക്റ്റീവായി സമരം ചെയ്ത് രാജ്യത്ത് തന്നെ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു ശക്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ആ ജെൻസി ഓണം
ജെൻസികളുടെ ഒരു പുതിയ കാലം, ജെൻ ആൽഫയും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായൊരു നാളെ ആയിരിക്കും. അതാണ് ഫാത്തിമയ്ക്കും തോന്നുന്നത്. കാരണം ഈ ജൻസികൾ എന്താണ് എന്ന് ഈ കോക്രോച്ചുകൾ കാണിച്ചു തന്നു അല്ലേ? അതെ അതെ. നിരാശ ബാധിച്ച ഒരു സമൂഹമുണ്ട് നമ്മൾക്ക് ചുറ്റും. അവരാണ് യഥാർത്ഥത്തിൽ പ്രധാന പ്രശ്നക്കാരായിട്ട് മാറുന്നത്. നമ്മൾ ആരും സന്തോഷിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. സന്തോഷിച്ച് ചിന്തയുടെ ഒരു ഫോട്ടോ ഇട്ട് നോക്കൂ, ഫേസ്ബുക്കിൽ കാണാം താഴെ വരുന്ന കമന്റ്സ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടേ അല്ല. സന്തോഷിച്ച് കാണിച്ചു കൊടുക്കുക, സന്തോഷിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് എനിക്ക് തോന്നുന്നത്. ജെൻസിയുടെ വിപ്ലവത്തിന് പ്രധാനപ്പെട്ട കാരണം അവരായി നിലകൊണ്ടു എന്നുള്ളതാ. ബാക്കിയുള്ള ആളുകളുടെ ഈ നിരാശയുടെ ആ മാറാപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് ആ ഒരു ഇനി വരുന്ന ഒരു ജനറേഷൻ നൽകുന്ന സന്ദേശം. അശ്വിനിക്ക് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സാരമില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപദ്രവം ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ഒരു വളർന്നു വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നില്ല, വേണ്ട. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ഒരു ഡെവലപ്മെന്റ് നിങ്ങൾ കണ്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അല്ലാണ്ട് ഇങ്ങനെ വല്ലാത്ത കമന്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ തകർക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തകർന്നില്ല. ഞങ്ങൾ ഇനിയും ശക്തമായിട്ട് മുമ്പോട്ട് പോകും. അതന്നെയല്ലേ ഉഷയ്ക്കും പറയാനുള്ളത്? അങ്ങനെയൊന്നും തകരില്ല അല്ലേ? അങ്ങനെയൊന്നും തകരില്ല. കാരണം പെട്ടെന്ന് വന്നതൊന്നും അല്ല. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഒരു ആർജവും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും തകരില്ല. എന്തായാലും ഇതെല്ലാം പ്രതിരോധിച്ച് നിന്നല്ലേ പറ്റൂ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സമൂഹത്തിൽ നിന്ന്. നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റുക. തെറ്റ് പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ആ തെറ്റ് നമ്മളോട് നേരത്തെ പറഞ്ഞതുപോലെ തിരുത്താനുള്ള അവകാശം സമൂഹത്തിനുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപർണയുടെ പാട്ടോടുകൂടി നമുക്ക് ഈ ഓണസഭാതലം അവസാനിപ്പിക്കാം. എന്താണ് ഓണസഭാതലത്തിലെ അവസാനത്തെ പാട്ട്? പൂവേണം പൂപ്പട വേണം പൂവിളി വേണം നനനനനന പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം നനനനനന കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളുന്നേ ഓലോലം മഞ്ചൽ മൂളിപ്പോരൊന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം തനനനന പൂണാരം ചാത്തിയ കന്നി പൂമകൾ വേണം. അപ്പോൾ ഗംഭീരായി. എല്ലാവർക്കും ഓണാശംസകൾ. നല്ലൊരു തിരുവോണം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം.